അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, സോണിയാഗാന്ധിയെ ഗോവർദ്ധൻ കണ്ടില്ലേ, സോണിയാഗാന്ധിയെ പോറ്റ് കണ്ടില്ലേ? സോണിയാഗാന്ധിക്ക് ഈ പോറ്റ് കൊടുക്കുന്ന 4.25 ചക്രം സ്വർണത്തിന്റെ പിന്നെ ഇത് കാണുമ്പോൾ ആർത്തിയോടുകൂടി വല്ലാത്ത ആവേശത്തോടു കൂടി സ്വർണം കണ്ടാൽ അന്തം വിട്ടു പോകുന്ന ആളല്ല ശ്രീമതി സോണിയാഗാന്ധി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അന്ന് നിങ്ങളുടെ ശ്രീ എം എ ബേബി സഖാവ് പോലും പറയത്തില്ല. നിങ്ങൾക്ക് എന്തറിയാം ശ്രീമതി സോണിയാഗാന്ധിയുടെയും നെഹ്റുവിന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്വത്തും സ്വർണവും വാരി കൊടുത്ത കമലാ നെഹ്റുവിനെ കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തറിയാം? ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ഉള്ള സ്വത്തും ഉള്ള റോയൽറ്റിയും ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്ത ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ അതിര് കിടക്കുന്നു. അവരുടെ കാലിന്റെ വാറിന്റെ കെട്ടഴിക്കാനുള്ള യോഗ്യതയുള്ളവർ ആരുണ്ട് നിങ്ങൾക്ക് അവിടെ? അതുകൊണ്ട് അങ്ങോട്ട് കുത്തിച്ചാടിക്കാറുണ്ട. ഇനി നിങ്ങൾ SITയോട് ചോദിക്ക്. ബഹുമാനി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് ചില ആളുകളുമായി അടുപ്പമുണ്ടാകുമല്ലോ. ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ടോ? ഗോവർദ്ധൻ മൊഴി കൊടുത്തിട്ടുണ്ടോ? പത്മകുമാർ കൊടുത്തിട്ടുണ്ടോ? വാസു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും സഖാവ് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. എന്നാൽ കൊടുത്തിട്ടുണ്ട് ആരെന്നറിയോ? നിങ്ങളുടെ പത്മകുമാർ. ആരാ പത്മകുമാർ? നിങ്ങളത് സെക്രട്ടേറിയറ്റ് മെമ്പറും നിങ്ങളുടെ പഴയ കോന്നി MLA-യും. അയാൾ കൊടുത്ത മൊഴി എന്താണെന്നറിയോ? പത്മകുമാറിന്റെ മൊഴി. അത് വാസുവും പിന്നീട് സ്ഥിരീകരിച്ചു. ആ മൊഴി ഇങ്ങനെയാണ്: പോറ്റിയെ വീണ്ടും സ്വർണം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് ഞങ്ങളുടെ ബോർഡിന്റെ മുമ്പാകെയല്ല. ആ പോറ്റി ആദ്യം പോയതും അപേക്ഷ വെച്ചതും നിങ്ങളുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിലാണ്. ദേവസ്വം ഓഫീസിലേക്കല്ല, മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ വകുപ്പിലുമാണ് ആദ്യത്തെ അപേക്ഷ കൊടുത്തത്. ആ അപേക്ഷയാണ് ഫർദർ പ്രൊസീഡിംഗ്സിന് വേണ്ടി ഞങ്ങൾക്ക് അയച്ചു കിട്ടിയത്. മൊഴിയാണ് പത്മകുമാറിന്റെ മൊഴി. ആരാ പത്മകുമാർ? CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗം. പുറത്താക്കിയിട്ടില്ല. ആർക്കെതിരായിട്ടാണ് മൊഴി? കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായിട്ടാണ് മൊഴി. ഞങ്ങൾക്കെതിരെ മൊഴിയില്ല സഖാവേ. പത്മകുമാറിന്റെ മൊഴി ഒരു പ്രാവശ്യം വായിച്ചാൽ കടകംപള്ളി ഇന്നലെ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ മാനനഷ്ട കേസിന്റെ വിചാരണയിൽ അദ്ദേഹത്തിന്റെ വക്കീല് പറഞ്ഞല്ലോ, സ്വർണം കട്ടവനെന്ന് വിളിക്കല്ലേ, ഉറക്കം വരുന്നില്ല, കിടന്നിട്ട് തലയ്ക്ക് ഭ്രാന്ത് കയറുന്നു, ഞങ്ങളെ സ്വർണം കട്ടവനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? കടകംപള്ളിയുടെ അഭിഭാഷകന്റെ കോടതിയിലുള്ള അഭ്യർത്ഥനയാണ്. വിടത്തില്ല നിങ്ങളെ. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അതുകൊണ്ട് പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് കയറ്റിയതും സ്വർണം കൊടുത്തതും പത്മകുമാറിന്റെ മുമ്പിൽ അപേക്ഷ വന്നത് ദേവസ്വം ഓഫീസിലാണ്, ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലാണ്, ദേവസ്വം മന്ത്രിയുടെ വകുപ്പിലാണ്. ആ വകുപ്പ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ കീഴിലാണ്. കോൺഗ്രസുകാരുമാണെന്ന സംശയം ശ്രീ അനിൽകുമാറിന് മാത്രമല്ല BJP പ്രതിനിധി ശ്രീ ഷാജി രാഘവനും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസുകാർക്ക് പോറ്റിയുമായുള്ള ബന്ധം? ഇവര് തമ്മിൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? ഇവിടെ ഒരുപാട് സ്വർണ്ണക്കടത്ത് നടന്നല്ലോ, ഗ്രീൻ ചാനലിന് വേണ്ടി നടന്നല്ലോ, ഡോളർ കടത്ത് നടന്നല്ലോ. ഇവിടെ നിങ്ങൾക്കറിയോ ഷാർജ ഷെയ്ഖ് വന്നല്ലോ. ഷാർജ ഷെയ്ഖിനെ നിങ്ങളെ പ്രോട്ടോകോൾ തെറ്റിച്ചു കൊണ്ടുവന്ന് ചില ഒരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കയറ്റിയല്ലോ. അവിടെ കൊണ്ടുവന്ന് കയറ്റിയപ്പോ ഷാർജ ഷെയ്ഖിന് ആമാടപ്പെട്ടിയിൽ നിന്നും ഒരു തുരുമ്പ് പിന്നെ വളയോ കമ്മലോ എന്തോ എടുത്തുകൊണ്ട് ഒരു മഹാറാണി സമ്മാനം കൊടുത്തല്ലോ. ഇന്ത്യ കണ്ടല്ലോ. ആരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞങ്ങൾക്കെതിരായിട്ട് ഒരാളും അങ്ങനെ പറയാനില്ല. പിന്നെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ? കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട് സാർ. ആരെയാണ് കൂടെയാണെന്നറിയോ? കടകംപള്ളി സുരേന്ദ്രന്റെ 5 മിനിറ്റ് പ്രസംഗമുണ്ട്. എന്തെന്നറിയോ? ദേവസ്വം ബോർഡിനെ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ ചാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ചു കൊടുത്തതിനു ശേഷം മഹാനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് വാഴ്ത്തിപ്പാട്ടുന്ന വീഡിയോ ഉണ്ട് 5 മിനിറ്റ് നിങ്ങളുടെ മന്ത്രിയുടേത്. അതിവിടെ കണ്ടത് അല്ല, ഞങ്ങൾക്കെതിരെ ഇല്ല കേട്ടോ. പിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ കുടുങ്ങുമെങ്കിൽ ആദ്യം സഖാവ് പിണറായി വിജയൻ കൊടുക്കും, രണ്ടാമത് ശ്രീ കടകംപള്ളി കൊടുക്കും, നിങ്ങളുടെ ഉന്നതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരെ കൊടുക്കും. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞങ്ങൾക്ക് കൊടുക്കാനില്ല. പിന്നെ സോണിയാഗാന്ധിയെ പലരും കാണും. ശ്രീമതി സോണിയാഗാന്ധി MA ബേബി കാണും. MA ബേബി എന്തെങ്കിലും കൊടുത്തിട്ടോ വാങ്ങിച്ചിട്ടോ ആണ് കാണുന്നത്. അതുകൊണ്ട് ഇനി SITക്ക് സോണിയാഗാന്ധിക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ടെന്ന് മൊഴി കിട്ടിയോ? അന്വേഷിക്ക്. അടൂർ പ്രകാശിന് പങ്കാളിത്തമുണ്ടോ? അന്വേഷിക്ക്. ഏത് SITയുടെ ഔദാര്യത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു? ഞങ്ങൾക്ക് ഒരു കാര്യം,
ഞങ്ങൾക്ക് ഈ ആരോപണമെന്ന് കേട്ടാൽ പൊള്ളില്ല. പക്ഷേ ആരാണ് കട്ടത്? സ്വർണം കട്ടത് ആരപ്പാ എന്ന് എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ ചെവിക്കകത്ത് ഈയ പഠിച്ചതുപോലെ വണ്ട് മൂളുന്നതുപോലെ കിളി മാറി ഓടിയല്ലോ കുറെ ആളുകള്. 5 ദിവസക്കാലം കേസെടുത്തല്ലോ. അവസാനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പറഞ്ഞല്ലോ, നാണക്കേടല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ടുതുള്ളിയെ പാടി അധികാരത്തിൽ വന്നൊരു പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെന്ന് കേട്ടാൽ പൊള്ളില്ല സഖാവേ, അത് നിങ്ങളോട് മതി. ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ്, ആ ഉത്തരവിന്റെ 62, 63, 64 പേജുകൾ ഒന്ന് ബഹുമാനപ്പെട്ട നിഷയും ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാറും വായിക്കണം. 62, 63, 64 പേജുകൾ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പിൽ നിന്നും നിങ്ങളെടുത്ത് ഒരു പ്രാവശ്യം വായിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. SIT എവിടെ മുതലാണ് വഴിതെറ്റാൻ ശ്രമിച്ചത്, SITക്കെതിരായിട്ടുള്ള കൃത്യമായ പരാമർശങ്ങൾ, എന്തുകൊണ്ട് ചിലർ അറസ്റ്റ് ചെയ്യുന്നില്ല, ആരാണ് ഇതിന്റെ പുറകിൽ, എന്തുകൊണ്ട് ചില ആളുകളെ പ്രത്യേകം എടുത്തു ചോദിക്കുന്നു, അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിയിട്ടില്ല. ആ ചോദ്യം ചെന്ന് തറയ്ക്കുന്നത് സഖാവേ നിങ്ങളുടെ പ്രധാനപ്പെട്ട 1-2 പ്രധാന സഖാക്കന്മാർക്കിടയിലേക്കാണ്. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ പഴയ മെമ്പർമാരിലേക്കാണ്. നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ യൂണിയൻ നേതാക്കന്മാർക്കെതിരായിട്ടാണ്, നിങ്ങൾക്കെതിരായിട്ടാണ്, കട്ട സഖാക്കന്മാർക്കെതിരായിട്ടാണ്. അത് CPM-ന് ഏറ്റവും കൂടുതൽ വിഷമം വരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഉത്തരവ് എടുത്ത് വായിച്ചിട്ട് കോൺഗ്രസിന് നേരെ കുത്തിക്കയറിയാൽ മതി. കിട്ടിയ മുതലും പലിശ തെളിവ് കിട്ടി. എന്റെ വാദം, കോൺഗ്രസിന്റെ വാദം അല്ല, എന്താണ്? ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. ഗോവർദ്ധൻ നിരപരാധിയാണ്. ഞാൻ പറയട്ടെ സാർ, നിരപരാധിയാണ്. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് കോൺഗ്രസ് എവിടെ അങ്ങനെ പറഞ്ഞു? ഞാൻ പറയട്ടെ സാർ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ബഹുമാനപ്പെട്ട VD സതീശന്റെ വോയിസ് മനോരമയിലുണ്ട്. ഞാൻ പറയട്ടെ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ എനിക്ക് അല്ല കള്ളം പറഞ്ഞ ഇടപെടും. കള്ളം പറയരുതങ്ങ്. കോൺഗ്രസിന്റെ ആരെങ്ങനെ പറഞ്ഞു? സംഭവിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ സാർ, ഈ സ്വർണ്ണക്കടത്ത് കേസും കരിവണ്ണൂർ കേസും ഒക്കെ മുക്കിയതുപോലെ ED വന്നാലും CBI വന്നാലും എന്ത് ഉറപ്പാണുള്ളത്? ഇപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വാസുവും പത്മവും അകത്തായി. അതല്ല ഇത് EDക്കും CBIക്കും കൊടുത്താൽ അമിത്ഷായെ പോയൊന്ന് കാണും, അതോടുകൂടി കഴിയും. എന്നിട്ട് പറയും 5-6 സീറ്റ് അങ്ങ് തരാന്ന് പറയും. നമുക്കൊന്ന് ഐക്യപ്പെടാന്ന് വിചാരിക്കും. ഇവിടെ എത്ര സ്വർണ്ണക്കടത്ത് കേസ് നമ്മൾ കണ്ടത്, എത്ര ഡോളർ കേസ് നമ്മൾ കണ്ടത്, ഇവിടെ കരിവണ്ണൂർ കേസ് നമ്മൾ എത്ര എണ്ണം കണ്ടു? കരിവണ്ണൂർ കേസ് കണ്ടല്ലോ, എന്തായി? അതെല്ലാം ഒത്തുതീർപ്പായില്ലേ? അതുപോലെ ഇരിക്കും ഈ BJP-കാരന്മാരിപ്പോ നിങ്ങൾ ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിനെ കുത്തിയടിക്കാനാണ് BJP ശ്രമിച്ചത് കേട്ടോ. നിങ്ങളുടെ ഒത്തുതീർപ്പ് ഈ ചർച്ചയിൽ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ഇവരെ സംരക്ഷിക്കണം, ഇവരെ ചാരി ഒരു 3-4 സീറ്റ് കിട്ടണം. ഞങ്ങൾ വിടില്ല സഹാക്കളെ, ഒരൊറ്റ ചേട്ടന്മാരെ നിങ്ങളെ ഞങ്ങൾ വിടത്തില്ല. ഞങ്ങളിത് അവസാനം വരെ പോരുതും.